നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈദ്യുതി എത്താത്ത മുളപ്പുറം കൂട്ടങ്കല്ല് നിവാസികൾ കരിമണ്ണൂർ വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. JC സമ്മേളനത്തോടനുബന്ധിച്ച് മന്ത്രി KM മാണിക്ക് രാഷ്ട്രീയ ആചാര്യ പുരസ്കാരവും മന്ത്രി PJ ജോസഫിന് ആധുനിക തൊടുപുഴയുടെ ശില്പി പുരസ്കാരവും സമ്മാനിച്ചു. ഉന്നത പഠനത്തിന് മാർഗനിർദ്ദേശം നൽകുന്നതിന് വിദ്യാഭ്യാസ പ്രദർശനവും സെമിനാറും തൊടുപുഴയിൽ നടന്നു. തൊടുപുഴയിലെ നടപ്പാത കയ്യേറ്റത്തിനെതിരെ കർശന നടപടി, ഗതാഗത കുരുക്ക് പരിഹരിക്കാനും നിർദ്ദേശം. മുട്ടത്ത് നടന്ന മൊബൈൽ ലോക്ക് അദാലത്ത് ജില്ലാ ജഡ്ജി K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇനിയും വൈദ്യുതി എത്താത്ത മുളപ്പുറം കൂട്ടങ്കല്ല് നിവാസികൾ കരിമണ്ണൂർ വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നൂറുകണക്കിന് ആളുകൾ സമര പരിപാടിയിൽ പങ്കെടുത്തു. CP രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമവാസികൾ നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 75 വർഷമായി താമസിക്കുന്ന പാവപ്പെട്ടവരായിരിക്കുന്ന നിവാസികളുടെ ആവശ്യങ്ങളിലേക്ക് അധികാരികളുടെ കണ്ണുറപ്പിക്കുന്നു. 40ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കാർഷിക മേഖല നമുക്ക് കാണുവാൻ കഴിയും. 1940 കാലഘട്ടത്ത് കേരളത്തിൽ അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമം അനുഭവിച്ചുകൊണ്ടിരുന്ന സമയം, ഭക്ഷ്യപ്രതിസന്ധി മൂലം കേരളത്തിൽ ആളുകൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അന്നത്തെ ഭരണാധികാരികൾ ചതുപ്പ് പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശമായതിനാൽ, യഥേഷ്ടം ഫലപുഷ്ടിയുള്ള പ്രദേശമായതിനാൽ മുസ്ലിം ലീഗ് കുമ്പങ്കല്ല് മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കുമ്പങ്കല്ല് മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സ്വർണ്ണമെഡൽ ദാനവും പഠനോപകരണ വിതരണവും നടത്തി. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നിവിടെ ഒരു ആസ്ഥാനം നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. കുറേ കാലത്തെ പ്രജാഭരണത്തോടുകൂടി ബഹുമാനായ ഷുക്കൂർ സാഹിബിന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഒരു ഓഫീസ് ഇവിടെ തുറക്കപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടന്നു. DCC പ്രസിഡന്റ് റോയ് K പൗലോസ് പ്രസംഗിച്ചു. ഇരുപത്തിയൊന്നാമത് രക്തസാക്ഷിത്വ ദിനം ഇന്ന് നമ്മുടെ രാജ്യമെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളായ മുഴുവൻ ആളുകളും കരിമണ്ണൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു അബ്രഹാം, ബീന ജോളി, AM ദിലീപ് കുമാർ, രാജേഷ് തോമസ്, MB വിജയനാഥൻ, അനീഷ് കുമാർ മത്തശ്ശൻ, ഷൈനി ഫിലിപ്പോസ്, ഗൗരി സുകുമാർ, ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. JC സോൺ 20 മിഡ് ഇയർ കോൺഫറൻസ് തൊടുപുഴയിൽ നടന്നു. മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. ആധുനിക തൊടുപുഴയുടെ ശില്പിയായ PJ ജോസഫിനെ ആദരിക്കുവാൻ വലിയ ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. തീർച്ചയായും വളരെ സമുചിതമാണ്. വാസ്തവത്തിൽ ഈ തൊടുപുഴയുടെ വികാസം അസൂയയോടുകൂടി നോക്കിക്കാണുന്നവരാണല്ല. ആ നിലയിലേക്ക് തൊടുപുഴയെ ഒരു പുതുയുഗത്തിലേക്ക് നയിച്ചിട്ടുള്ള PJ ജോസഫ് എണീറ്റപ്പോൾ അവസാനം പ്രാർത്ഥിച്ച് നിർത്തിയത് സർവീസ് ടു
അഡ്വക്കേറ്റ് എ വി വാമനകുമാർ, ഷൈൻ ടി ഭാസ്കരൻ, ജോൺ പോൾ നെല്ലിശ്ശേരി, ഡോക്ടർ ഏലിയാസ് തോമസ്, റൊണാൾഡ് പോൾ, നോബി സുദർശനൻ, രാഹുൽ ജെ നായർ, റോയി കാവാട്ട്, ഗിരീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. JC സോൺ 20 മിഡ് ഇയർ കോൺഫറൻസിനോടനുബന്ധിച്ച് വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രീയ ആചാര്യ പുരസ്കാരം മന്ത്രി KM മാണിക്കും, ആധുനിക തൊടുപുഴയുടെ ശില്പി പുരസ്കാരം മന്ത്രി PJ ജോസഫിനും ചടങ്ങിൽ സമ്മാനിച്ചു. ബിസിനസ് എക്സലൻസ് അവാർഡ് സെർച്ച് ഗ്രൂപ്പ് ചെയർമാൻ VN മോഹനും, എക്സലൻസ് ഇൻ സോഷ്യൽ സർവീസസ് അവാർഡ് കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറുമേലിനും, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സ്വാതന്ത്ര്യ സമര സേനാനി VP രാമകൃഷ്ണൻ നായർക്കും സമ്മാനിച്ചു. JSS മിഡ് ഇയർ കോൺഫറൻസിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ കേശാലങ്കാര മത്സരം നടന്നു. മാടപ്പറമ്പ് റിസോർട്ടിൽ നടന്ന മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തൊടുപുഴ സ്വദേശികളായ ആൻസി ജോജി, അലീസ് ജോജി ടീം 1ാം സ്ഥാനവും ബിജി ശ്രീധർ, ദീപ്തി ശ്രീധർ ടീം 2ാം സ്ഥാനവും നേടി. മണക്കാട് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണം നടന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ചുറ്റമ്പല സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്രം കാര്യദർശി പുതുക്കുളം വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി പുതുക്കുളം സുരേഷൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മഹാസംസ്കാരങ്ങളെ പറ്റി പറയുമ്പോഴും ചൈനയാണെങ്കിലും ശരി, ഈജിപ്റ്റ് ആണെങ്കിലും ശരി, ഗ്രീസ് ആണെങ്കിലും ശരി, റോമാണെങ്കിലും ശരി, മെക്സിക്കോ ആണെങ്കിലും ശരി, എല്ലാം കഴിഞ്ഞു പോയ കാലത്തിന്റെ ശൈലിയിൽ മാത്രമേ. തൊടുപുഴ മേഖലയിൽ റബ്ബർ ഷീറ്റ് ഉൾപ്പെടെ മോഷണം നടത്തി വന്ന വണ്ണപ്പുറം സ്വദേശി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. മൂവാറ്റുപുഴ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണം അടിപൊളി ജീവിതത്തിന് തികയാതെ വന്നതോടെ കവർച്ച നടത്തി വന്ന സംഘത്തിലെ 3 പേരെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാ നേതാവ് ചിരട്ടപ്പൂൾ സജിയുടെ സംഘാംഗങ്ങളാണ് അറസ്റ്റിലായവർ. കായംകുളത്ത് ഭർത്താവിനെ കൊല്ലാൻ യുവതി കൊട്ടേഷൻ നൽകിയ കേസിലെ പ്രതി മീനച്ചിൽ സ്വദേശി ജീവനും ഈ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് പറഞ്ഞു. വണ്ണപ്പുറം അമ്പലപ്പടി ഭാഗത്ത് ഒറകണ്ണി കോളനിയിൽ പുത്തൻപുരയിൽ 34 വയസ്സുള്ള സുരേഷ്, ചീങ്കൽ സിറ്റിയിൽ CSI പള്ളിക്ക് സമീപം വാരിക്കാട്ടിൽ പങ്കൻ എന്ന് വിളിക്കുന്ന 32 വയസ്സുള്ള ഷിജു, മീനച്ചിൽ താലൂക്ക് ഭരണങ്ങാനം എടപ്പാടി മഴുവഞ്ചേരി കൂരൻ സാബു അഥവാ പൂച്ച സാബു എന്ന് വിളിക്കുന്ന 38 വയസ്സുള്ള സാബു എന്നിവരാണ് അറസ്റ്റിലായത്. ഉന്നത പഠനത്തിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള സൗജന്യ വിദ്യാഭ്യാസ പ്രദർശനവും സെമിനാറും തൊടുപുഴയിൽ നടന്നു. KCYM-ഉം ക്യൂൻ മേരി എഡ്യൂക്കേഷൻ ട്രസ്റ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുവദീപ്തി, KCYM കോതമംഗലം രൂപതയും ക്യൂൻ മേരി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് തൊടുപുഴയും സംയുക്തമായി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പ്രദർശനവും സെമിനാറും വിദ്യാഭ്യാസ വിദഗ്ധൻ PC തോമസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിലെ നടപ്പാത കയ്യേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവരുടെ യോഗം തീരുമാനിച്ചു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ക്ലീൻ കേരള പദ്ധതി പ്രകാരം നഗരത്തെ ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റിയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാത കയ്യേറിയുള്ള അനധികൃത കച്ചവടത്തിനും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നതിനുമെതിരെ കർശന നടപടിയെടുക്കും. ഇത് സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യാൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. യോഗ തീരുമാനപ്രകാരം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കാൻ മാലിന്യവുമായി എത്തുന്ന വാഹനങ്ങൾ പിടികൂടി കണ്ടുകെട്ടും. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തൊടുപുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൊബൈൽ ലോക് അദാലത്തും നിയമസാക്ഷരതാ ക്ലാസും നടത്തി. മുട്ടം കോടതി സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജിയും ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനുമായ K രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പഞ്ചായത്തുകളിൽ ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയും അവിടെ വെച്ചിട്ട് അദാലത്തുകൾ നടത്താനും കംപ്ലൈൻറ്റുകൾ സ്വീകരിച്ച് അദാലത്തുകൾ നടത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. വണ്ടിയിൽ തന്നെ അദാലത്ത് നടത്താനുള്ള സംവിധാനത്തിൽ ഒരു കമ്മിറ്റിയുണ്ട്. ഒരു റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസറും ഒരു അഭിഭാഷകനും അതുള്ള ഒരു കമ്മിറ്റിയുണ്ട്. ശാസ്താംപാറ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ ശബരി നന്ദനം ഓഡിറ്റോറിയം സതീഷ് മഞ്ചലൂർ ഉദ്ഘാടനം നിർവഹിച്ചു.
വെള്ളമേറ്റ് പശുക്കൾ ചത്തു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പൂമാല നാളിയാനിയിലാണ് സംഭവം. വീടുകൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം പൂമാല നാളിയാനിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ നാളിയാനി തൈത്തോട്ടത്തിൽ കാർത്തിയായനിയുടെ 3 പശുക്കൾ ചത്തു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ശക്തമായ ഇടിമിന്നലുണ്ടായത്. മിന്നലിൽ വീട്ടിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നു. വീടിനും സാരമായ കേടുപാടുകൾ ഉണ്ടായി. പശുക്കൾ ചത്തതോടെ ഈ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതായിരിക്കുന്നത്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അടിയന്തരമായി ഇവർക്ക് ധനസഹായം എത്തിച്ചു കൊടുക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ദിലീപ് ആവശ്യപ്പെട്ടു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ കുടിവെള്ള ക്ഷാമവും ലിഫ്റ്റ് തകരാറും മൂലം ജീവനക്കാരുടെയും രോഗികളുടെയും ദുരിതം വർദ്ധിക്കുന്നു. താലൂക്ക് ആശുപത്രിയിൽ വെള്ളം പല സമയങ്ങളിലും ലഭിക്കുന്നില്ല. വെള്ളം ലഭിക്കുന്ന സമയങ്ങളിൽ പൈപ്പുകൾ പലതും പൊട്ടിയൊഴുകുകയാണ്. മാസങ്ങളായി ഇവിടുത്തെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമാണ്. ഒരു ചൂട് നടക്കത്തില്ല, കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. പിന്നെ രാവിലെ വൈകുന്നേരം 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഇവിടെ വെള്ളമില്ലാത്തതാണ്. പിന്നെ കയറി വരുന്ന ലിഫ്റ്റ് തകരാറിലാണ്. ഇവിടെ വയസ്സിൽ നിന്ന് ഒത്തിരി ആൾക്കാർക്ക് ഇറങ്ങി കയറി വിറച്ചും പറക്കിയാണ് കയറി പോകുന്നത്. രോഗികളെ മുകളിലത്തെ നിലയിലേക്ക് ചുവന്നു കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. മരുന്ന് കൊണ്ടുപോകണമെങ്കിലും ചുമക്കേണ്ടി വരും. ശസ്ത്രക്രിയ കഴിഞ്ഞവർ, ഗർഭിണികൾ എന്നിവരെ ചുമന്നു കൊണ്ടുപോകുന്നത് സ്ഥിതി വഷളാക്കുന്നതിന് ഇടയാകുന്നു. മരുന്ന് ഉൾപ്പെടെയുള്ള ആശുപത്രി സാമഗ്രികളും ജീവനക്കാർ മുകൾ നിലയിലേക്ക് ചുമന്നുകൊണ്ടാണ് പോകുന്നത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രാജ്യവ്യാപകമായി നടത്തുന്ന കസ്റ്റമർ മീറ്റിന്റെ ഭാഗമായി കലയന്താണി യൂണിയൻ ബാങ്കിൽ കസ്റ്റമർ മീറ്റ് നടത്തി. കലയന്താണി സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ തോമസ് കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. കലയന്താണി ശാഖയിൽ ചേർന്ന യോഗത്തിൽ നിരവധി ഉപഭോക്താക്കൾ പങ്കെടുത്തു. യോഗത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളും പരാതികളും ബാങ്കിന്റെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് മാനേജർ KV കുട്ടപ്പൻ പറഞ്ഞു. ഏകദേശം 50ഓളം ആളുകൾ പങ്കെടുത്തു. വളരെ ക്രിയാത്മകമായിട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങളും സജഷൻസും ഉണ്ടായി. അതിന് ചില പോരായ്മകൾ അവർ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുള്ളത്. ആ പോരായ്മകൾ മുഖ്യമായിട്ടും പാസ്പോർട്ട് പരിഗണന സംബന്ധിച്ച് തൊടുപുഴ കാടിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ അൾട്ടിമേറ്റ് കാർ ആക്സസറീസ് പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കമ്പനികളുടെ കാർ, CD, DVD, MP3, MP4 പ്ലെയറുകൾ തുടങ്ങിയ എല്ലാവിധ കാർ ആക്സസറീസും ഇവിടെ നിന്നും ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി എത്താത്ത മുളപ്പുറം കൂട്ടങ്കല്ല് നിവാസികൾ കരിമണ്ണൂർ വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. JC സമ്മേളനത്തോടനുബന്ധിച്ച് മന്ത്രി KM മാണിക്ക് രാഷ്ട്രീയ ആചാര്യ പുരസ്കാരവും മന്ത്രി PJ ജോസഫിന് ആധുനിക തൊടുപുഴയുടെ ശില്പി പുരസ്കാരവും സമ്മാനിച്ചു. ഉന്നത പഠനത്തിന് മാർഗനിർദ്ദേശം നൽകുന്നതിന് വിദ്യാഭ്യാസ പ്രദർശനവും സെമിനാറും തൊടുപുഴയിൽ നടന്നു. തൊടുപുഴയിലെ നടപ്പാത കയ്യേറ്റത്തിനെതിരെ കർശന നടപടി, ഗതാഗത കുരുക്ക് പരിഹരിക്കാനും നിർദ്ദേശം. മുട്ടത്ത് നടന്ന മൊബൈൽ ലോക്ക് അദാലത്ത് ജില്ലാ ജഡ്ജി K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.